നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ പുതിയ ദിശ തേടുന്നു. ഒരു മാസമായി ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 292 മുതൽ 317 എന്നിലാണ്. ആഗോള റബ്ബർ ഉൽപ്പാദന രംഗത്തെ ചലനങ്ങളും വ്യാവസായിക മേഖലയിലെ സ്ഥിതിഗതികളും കൂട്ടിവായിച്ചാൽ നിലവിൽ റബ്ബറിന് കിലോയ്ക്ക് 321 എൻ മുതൽ 336 എന്നിലെ കടുത്ത പ്രതിരോധമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ മുന്നിലുള്ളത് ഷീറ്റ് ലഭ്യത ഉയർത്തും. ഇതിനിടെ ഒപെക് പ്ലസ് അടുത്ത മാസം മുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന വെളിപ്പെടുത്തലും വാഹന വിൽപ്പനയിലെ മാന്ദ്യം ഓട്ടോ മേഖലയിൽ റബ്ബറിനുള്ള ഡിമാൻഡ് കുറയ്ക്കുമെന്ന വിലയിരുത്തലും പുറത്തുവരുന്നു. റബ്ബർ അവധി വ്യാപാരത്തിൽ ഓപ്പറേറ്റർമാർ കഴിഞ്ഞ വാരം ബാധ്യതകൾ കുറയ്ക്കാൻ കാണിച്ച നീക്കങ്ങൾ ഇടപാടുകളുടെ വ്യാപ്തി ചുരുങ്ങാൻ കാരണമായി. സംസ്ഥാനത്ത് പല വിപണികളിലും ചരക്ക് വരവ് ചുരുങ്ങിയതിനാൽ വിൽപ്പനക്കാർ കൂടിയ വില ഷീറ്റിന് ആവശ്യപ്പെട്ടെങ്കിലും വ്യവസായികളുടെ പിന്തുണ ഉറപ്പുവരുത്താനായില്ല. 4ാം ഗ്രേഡ് റബ്ബർ കിലോയ്ക്ക് 204 രൂപയും 5ാം ഗ്രേഡിന് 201 രൂപയുമായി ഉയർന്നു. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.